Dear friends, welcome to all. This is Srikumar with you. ഇംഗ്ലീഷ് സംസാരിക്കുക എന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു കാര്യം എന്താണ്? ഞാൻ പറയാം. നമുക്ക് ഗ്രാമർ അറിയില്ല. നമുക്ക് ഗ്രാമർ അറിയില്ല എന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കുന്നതിന് പകരം നമ്മൾക്ക് കുറേ ഗ്രാമർ അറിയാം എന്ന് നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ച് നോക്കുക. അപ്പോഴത്തേക്കും നമുക്കറിയാമെന്നുള്ള കുറേയധികം കാര്യങ്ങൾ നമുക്ക് ഓർമ്മ വരും. നമ്മൾ കുറേയധികം പഠിച്ചിട്ടുള്ളതല്ലേ. അപ്പോൾ അത്രയും ഗ്രാമർ മതി നമുക്ക് സാധാരണ കാര്യങ്ങൾ പറയാം. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അല്ലാതെ ഒരുപാട് വലിയ ഗ്രാമറിൻ്റെ പ്രയോഗങ്ങളുടെ പിറകെ പോകാതിരിക്കുക. അങ്ങനെയുള്ള പ്രയോഗങ്ങളൊന്നും തന്നെ വളരെ അപൂർവമായിട്ട് ഉപയോഗിക്കാറുള്ളൂ. ഇനി നിങ്ങൾ വലിയ പ്രസംഗങ്ങളോ വലിയ ആൾക്കാരുടെ സംഭാഷണങ്ങളോ കേൾക്കുന്ന സമയത്ത് അങ്ങനെയുള്ള പ്രയോഗങ്ങൾ വന്നേക്കാം. പക്ഷെ സാധാരണ ആൾക്കാരുമായി സംസാരിക്കുന്ന സമയത്ത് അങ്ങനെയുള്ള വലിയ കാര്യങ്ങളൊന്നും വരാറില്ല. സാധാരണയുള്ള ഇംഗ്ലീഷ് ഉപയോഗിച്ച് നമുക്ക് എല്ലാ കാര്യവും പറയാൻ പറ്റും. അത് ആദ്യം മനസ്സിലാക്കുക, എന്നിട്ട് ഇത് ശ്രദ്ധിക്കുക. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിൽ ഒരുപാട് കാര്യം പറയാൻ പറ്റുമെന്ന്. ലാസ്റ്റ് എപ്പിസോഡിൽ ചെറിയ വാക്യങ്ങൾ ഉപയോഗിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇനി ആ ചെറിയ വാക്യങ്ങൾ തന്നെയാണ്, പക്ഷേ അതിൻ്റെ കൂടെ വീണ്ടും കൂട്ടിച്ചേർത്ത് ഇതിനൊന്ന് വലുതാക്കി വലിയ കാര്യങ്ങൾ നമുക്ക് പറയാം. ഓക്കെ, ലെറ്റ് us start. ഹലോ എന്ന് വെച്ചാൽ എന്താണ്? ഇത് കേൾക്കൂ. അപ്പോൾ അതിൽ അടുത്ത് എന്താണ് പറയാൻ പോകുന്നത്? ആർ യു റെഡി? നിങ്ങൾ റെഡിയാണോ? ആർ യു റെഡി ടു ലേൺ ഇംഗ്ലീഷ്? നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ റെഡിയാണോ? ഈ ആർ യു റെഡിയുടെ കൂടെ ഓരോ വെർബുകൾ ചേർക്കുമ്പോഴത്തേക്ക് പുതിയ കാര്യങ്ങളായിട്ട് വരും. ഒന്ന് ശ്രദ്ധിക്കുക. ആർ യു റെഡി ടു ലിസൺ? നിങ്ങൾ ശ്രദ്ധിക്കാൻ തയ്യാറാണോ? വാട്ട് ഐ ആം സേയിങ്? ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കാൻ തയ്യാറാണോ? ആർ യു റെഡി ടു ഡാൻസ്? നിങ്ങൾ ഡാൻസ് ചെയ്യാൻ റെഡിയാണോ? ആർ യു റെഡി ടു ഡാൻസ് വിത്ത് മീ? നിങ്ങൾ എന്നോടൊപ്പം വിത്ത് മീ ഡാൻസ് ചെയ്യാൻ നിങ്ങൾ റെഡിയാണോ? ആർ യു റെഡി ടു റൈറ്റ്? എഴുതാൻ നിങ്ങൾ റെഡിയാണോ? ആർ യു റെഡി ടു ഗോ ദെയർ? അവിടെ പോകാൻ, ഗോ ദെയർ അവിടെ പോകാൻ നിങ്ങൾ റെഡിയാണോ? ആർ യു റെഡി ടു ഗോ ദെയർ ആൻഡ് അറ്റൻഡ് ദ മീറ്റിംഗ് ഫോർ മീ? അറ്റൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പങ്കെടുക്കുക. അറ്റൻഡ് ദ മീറ്റിംഗ് എന്തിനാണ്? ഫോർ മീ, എനിക്ക് വേണ്ടി. ആർ യു റെഡി ടു ഗോ ദെയർ ആൻഡ് അറ്റൻഡ് ദ മീറ്റിംഗ് ഫോർ മീ? അപ്പോൾ ഇങ്ങനെയുള്ള കൊച്ചു സെൻറ്റൻസുകൾ അങ്ങോട്ട് ചേർത്ത് നോക്കൂ. നിങ്ങൾ ഇംഗ്ലീഷ് പയ്യെ മാറി വരും. ദെൻ ഐ വിൽ ഗീവ് യു എ ഗിഫ്റ്റ്. അപ്പോൾ നേരത്തെ സെൻറ്റൻസ് നോക്കുക. ആർ യു റെഡി ടു ഗോ ദെയർ ആൻഡ് അറ്റൻഡ് ദ മീറ്റിംഗ് ഫോർ മീ? ദെൻ ഐ വിൽ ഗീവ് യു എ ഗിഫ്റ്റ്. നിങ്ങൾക്ക് ഞാനൊരു സമ്മാനം തരും. അപ്പം ഇങ്ങനെ സെൻറ്റൻസുകൾ കൂട്ടിച്ചേർന്ന് പറയാൻ ശ്രമിച്ചു നോക്ക്. നിങ്ങളുടെ ഇംഗ്ലീഷ് പെട്ടെന്ന് മാറും, ഒരു സംശയമില്ല. അടുത്തത് വേറെ ഒരു ഇൻഫോം മാത്രമേ ഇതിനകത്തുള്ളൂ. അത് ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ എങ്ങനെ പറയാമെന്ന് നോക്കാം. പ്ലീസ് ഇൻഫോം ഹിം? അവനെ അറിയിക്കുക. ഐ ആം നോട്ട് കമ്മിങ്? ഞാൻ വരുന്നില്ല എന്ന് അവനെ അറിയിക്കുക. പ്ലീസ് ഇൻഫോം മീ? എന്നെ അറിയിക്കുക. ഇഫ് ഹീ ഈസ് നോട്ട് കമ്മിങ്? അവൻ വരുന്നില്ല എങ്കിൽ എന്നെ അറിയിക്കുക. ഒന്ന് തിരിച്ചും മറിച്ചും പറഞ്ഞു നോക്കിയേ. ഒറ്റ വാക്കേ ഉള്ളൂ. ബിക്കോസ് ഐ ഹാവ് ടു മേക്ക് അറേഞ്ച്മെൻറ്റ്സ് ടു കംപ്ലീറ്റ് ദ വർക്ക്. ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് അറേഞ്ച്മെൻറ്റ്സ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് എന്നെ അറിയിക്കുക. എന്നൂടെ നോക്കുക. പ്ലീസ് ഇൻഫോം ഹിം ഐ ആം നോട്ട് കമ്മിങ്? അവനെ അറിയിക്കുക ഞാൻ വരുന്നില്ല എന്ന്. ഇനി തിരിച്ച് പ്ലീസ് ഇൻഫോം മീ? എന്നെ അറിയിക്കുക. ഇഫ് ഹീ ഈസ് നോട്ട് കമ്മിങ്? അവൻ വരുന്നില്ല എങ്കിൽ എന്നെ അറിയിക്കുക. ബിക്കോസ് ഐ ഹാവ് ടു ചെയ്യേണ്ടതുണ്ട്. മേക്ക് അറേഞ്ച്മെൻറ്റ്സ് ചെയ്യേണ്ടതുണ്ട്. ടു കംപ്ലീറ്റ് ദ വർക്ക്. ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് അറേഞ്ച്മെൻറ്റ്സ് ചെയ്യേണ്ടതുണ്ട്. ആ ഒറ്റ വാക്കേ ഉള്ളൂ. തിരിച്ച് മറിച്ച് ഉപയോഗിക്കാം. അപ്പം ഇങ്ങനെ കാര്യങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് പോകും. ഇനി ഒരു വേറെ പിടിക്കാം. വേർ ഈസ് മൈ ബുക്ക്? എൻ്റെ ബുക്ക് എവിടെയാണ്? ഇറ്റ് ഈസ് ഓൺ ദ ടേബിൾ. ഒരു വിളിച്ചു, വേർ ഈസ് മൈ ബുക്ക്? അപ്പോൾ അടുത്തൊരു ആൻസർ വന്നു, ഇറ്റ് ഈസ് ഓൺ ദി ടേബിൾ. ഹൂ പുട്ട് ഇറ്റ് ദെയർ? ആരവിടെ വെച്ചു? നമ്മൾ ചോദിക്കില്ലേ ഹൂ പുട്ട് ഇറ്റ് ദെയർ, അല്ലെങ്കിൽ ഹൂ കെപ്റ്റ് ഇറ്റ് ദെയർ? ആരവിടെ വച്ചു, ആരവിടെ കീപ്പ് ചെയ്തു എന്നാണ്. കീപ്പ് എന്ന് വെച്ചാൽ സൂക്ഷിക്കുക, കെപ്റ്റ് സൂക്ഷിച്ചു. ആരവിടെ വച്ചു? ഹൂ പുട്ട് ഇറ്റ് ദെയർ ഓർ ഹൂ കെപ്റ്റ് ഇറ്റ് ദെയർ? ആരവിടെ വച്ചു? ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. സംടൈംസ് യുവർ സിസ്റ്റർ ഡിഡ് ഇറ്റ്. സംടൈംസ് യുവർ സിസ്റ്റർ ഡിഡ് ഇറ്റ്. നിങ്ങളുടെ
സഹോദരി ചെയ്തിട്ടുണ്ടാവും, ചെയ്തിട്ടുണ്ടാവാം എന്നാണ് പറയുന്നത്. സംടൈംസ് യുവർ സിസ്റ്റർ ഡിഡ് ഇറ്റ്. നിങ്ങളുടെ സഹോദരി ആയിരിക്കും അത് ചെയ്തതെന്നാണ് എൻ്റെ അർത്ഥം. വെർ ഇസ് മൈ ബുക്ക്? ഇറ്റ് ഈസ് ഓൺ ദ ടേബിൾ. ഹൂ പുട്ട് ഇറ്റ് ദെയർ? ആരവിടെ വെച്ചു? ഹൂ കെപ്റ്റ് ഇറ്റ് ദെയർ? ഐ ഡോണ്ട് നോ. സംടൈംസ് യുവർ സിസ്റ്റർ ഡിഡ് ഇറ്റ്. ഐ വിൽ സീ യു അറ്റ് യുവർ ഹോം. ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളെ കാണാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഐ വിൽ സീ യു. ഞാൻ നിങ്ങളെ വീട്ടിൽ വെച്ച് നിങ്ങളെ കാണാം. എപ്പോഴാണ്? ഇൻ ദ ആഫ്റ്റർനൂൺ, ഇൻ ദ ഈവനിങ്, അല്ലെങ്കിൽ ഇൻ ദ മോർണിംഗ്, അറ്റ് നൈറ്റ്, ഏത് വേണം പറയാം. ഐ വിൽ സീ യു അറ്റ് യുവർ ഹോം. നിങ്ങളുടെ ഹോമിൽ വെച്ച് ഞാൻ നിങ്ങളെ കാണും. ഇപ്പം ഇൻ ദ ആഫ്റ്റർനൂൺ, ഇൻ ദ ഈവനിങ്, ഇൻ ദ മോർണിംഗ്. അപ്പോൾ അതിൻ്റെ കൂടെ എല്ലാം ഇൻ ദ വരും. നെക്സ്റ്റ് അറ്റ് നൈറ്റ്. ശ്രദ്ധിക്കുക. ആൻഡ് ഡിസ്കസ് ഡീറ്റെയിൽസ് ഓഫ് അവർ ടൂർ പ്രോഗ്രാം. ഇതിനാണ്. എന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആൻഡ് ഡിസ്കസ് ഡീറ്റെയിൽസ്, വിശദ വിവരങ്ങൾ ഓഫ് അവർ ടൂർ പ്രോഗ്രാം. ടൂർ പ്രോഗ്രാമിനെ കുറിച്ച് വിശദമായ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. അല്ലെങ്കിൽ ആൻഡ് ഡിസ്കസ് ഫ്യൂച്ചർ പ്ലാൻസ്. ഏത് വേണോ ഉപയോഗിക്കാം. ഐ വിൽ സീ യു അറ്റ് യുവർ ഹോം ഇൻ ദ ആഫ്റ്റർനൂൺ ആൻഡ് ഡിസ്കസ് ഡീറ്റെയിൽസ് ഓഫ് അവർ ടൂർ പ്രോഗ്രാം. അല്ലെങ്കിലോ ആൻഡ് ഡിസ്കസ് ഫ്യൂച്ചർ പ്ലാൻസ്, എന്തെങ്കിലും പറയാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ അതിനോട് ചേർക്കുക. പ്ലീസ് പോർ സം വാട്ടർ ഇൻ ടു ദ ഗ്ലാസ്. കുറച്ച് വെള്ളം ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക. പോർ, ഒഴിക്കുക. പ്ലീസ് ഗിവ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ. എനിക്ക് കുറച്ച് വെള്ളം തരിക. ഗീവ്, തരിക. പ്ലീസ് ബ്രിങ് മീ സം മോർ വാട്ടർ. ബ്രിങ്, കൊണ്ടുവരിക. പ്ലീസ് ബ്രിങ് മീ സം മോർ വാട്ടർ. എനിക്ക് കുറച്ചുകൂടി വെള്ളം കൊണ്ടുതരിക. ഒരു പ്ലീസും ഒന്ന് രണ്ട് വാക്കുകളുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ചേർത്ത് കുറേ കാര്യങ്ങൾ പറയാം. അങ്ങനെ പറഞ്ഞ് ശീലിക്കണം. നെക്സ്റ്റ്, ഷീ ഈസ് സ്റ്റാൻഡിങ് അറ്റ് ദ ഡോർ. അവൾ ഡോറിൽ നിൽക്കുന്നു. അതിന് പല കാരണങ്ങളുണ്ടാവും. ഒരു കാരണം പറയാം. ഷീ ഈസ് വെയിറ്റിംഗ് ഹെർ സൺ. അവൾ അവളുടെ സണ്ണിനെ, മകനെ വെയിറ്റ് ചെയ്യുകയാണ്. കുട്ടികൾ സ്കൂളിൽ പോയിരിക്കാം, സ്കൂൾ ബസ്സിനെ നോക്കിയായിരിക്കാം ഇരിക്കുന്നത്. ഷീ ഈസ് വെയിറ്റിംഗ് ഫോർ ദി സ്കൂൾ ബസ്. സ്കൂൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്ന് പറയാം. ഷീ ഈസ് വെയിറ്റിംഗ് ദ മിൽക്ക് മാൻ. പാൽക്കാരനെ വെയിറ്റ് ചെയ്യുന്നു എന്ന് പറയാം. ഷീ ഈസ് വെയിറ്റിംഗ് ദി ഗ്യാസ് ഏജൻറ്റ്. ഗ്യാസ് ഏജൻറ്റിനെ വെയിറ്റ് ചെയ്യുന്നു എന്ന് പറയാം. ആരെ ഗ്യാസ് തീർന്നു, ഇപ്പോൾ ഗ്യാസ് കിട്ടിയേ പറ്റൂ. നടയിൽ കാത്തു നിന്നാലേ നിവർത്തിയുള്ളൂ. അപ്പോൾ ഒരു വാക്ക് മതി കുറേ കാര്യങ്ങൾ പറയാം. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്ത് പറയുക. ഇനി നമ്മൾ പറയില്ലേ, അവൻ്റെ അടുത്ത് കുറേ നേരം സംസാരിച്ചു, എന്നിട്ട് ഒരു നിവർത്തിയില്ല. അപ്പോഴത്തേക്ക് ഞാൻ സംസാരം മതിയാക്കി, പിന്നെ സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഇത്രയും കാര്യമൊന്നും ഇംഗ്ലീഷിൽ പറയാൻ നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ആദ്യം വിചാരിക്കും എനിക്ക് പറ്റില്ല. ഇത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും അത് പറ്റും. ഐ സ്പോക്ക് ടു ഹിം ഫോർ ആൻ അവർ. ഞാൻ അവൻ്റെ അടുത്ത് 1 മണിക്കൂർ സംസാരിച്ചു. സ്പീക്ക്, സംസാരിക്കുക. സ്പോക്ക്, സംസാരിച്ചു. ഐ സ്പോക്ക് ടു ഹിം ഫോർ ആൻ അവർ. ഐ കുഡിൻറ്റ് കൺവിൻസ് ഹിം. എനിക്ക് അവനെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല. കൺവിൻസ്, ബോധ്യപ്പെടുത്തുക. ഐ കുഡിൻറ്റ്, കഴിഞ്ഞില്ല. കൺവിൻസ് ഹിം, അവനെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഹി ഡിഡിൻറ്റ് എഗ്രി വിത്ത് മീ. അവൻ ഞാൻ പറഞ്ഞത് എഗ്രി ചെയ്തില്ല, സമ്മതിച്ചില്ല. ഹി ഡിഡിൻറ്റ്, ഇല്ല എന്നുള്ളതാണ്. എഗ്രി വിത്ത് മീ. പിന്നെ എന്ത് സംഭവിച്ചു? സോ ഐ സ്റ്റോപ്ഡ് ടോക്കിംഗ് വിത്ത് ഹിം. അവനോട് സംസാരിക്കുന്ന ഞാനങ്ങ് സ്റ്റോപ്പ് ചെയ്തു, നിർത്തി. സോ ഐ സ്റ്റോപ്ഡ് ടോക്കിംഗ് വിത്ത് ഹിം. അവനോട് സംസാരിക്കുന്നത് ഞാൻ നിർത്തി. ആൻഡ് ഡിസൈഡ് ടു ടോക്ക് ലേറ്റർ. ലേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട്. എന്നിട്ട് ഞാൻ തീരുമാനിച്ചു, പിന്നീട് സംസാരിക്കാമെന്ന് തീരുമാനിച്ചു. ഐ തിങ്ക് ഇറ്റ് വുഡ് ബി ബെറ്റർ. ഞാൻ വിചാരിക്കുന്നു അതാണ് നല്ലതെന്ന്. ഐ തിങ്ക് ഇറ്റ് വുഡ് ബി ബെറ്റർ, അല്ലെങ്കിൽ ഐ തിങ്ക് ഇറ്റ് വിൽ ബി ബെറ്റർ. തമ്മിൽ സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ട്, എന്നാലും മീനിങ് ഒന്ന് തന്നെയാണ്. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ദിസ് ഈസ് ശ്രീകുമാർ സൈനിങ് ഔട്ട്.